ഇന്ന് അമ്മയുടെ ഫ്ലാറ്റിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യുവാണ്. അപ്പം അതിനായിട്ട് ഞാനും മുരളിയേട്ടനും കൂടെ അവിടെ ക്ലീൻ ചെയ്യിക്കാൻ ആൾ വന്നിട്ടുണ്ട്. അങ്ങോട്ട് പോവാണ്. എൻ്റെ റെസ്റ്റ് പീരീഡൊക്കെ തന്നെയാണ്, എന്നാലും പതുക്കെ ഇങ്ങനെ പോകണമല്ലോ, കാര്യങ്ങൾ നടത്തണമല്ലോ. ഞാനൊരു ഡീപ്പ് ക്ലീനിങ് എൻ്റെ ഫ്ലാറ്റിൽ ചെയ്തൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അത് ഏത് ഏജൻസിയാണ് ചെയ്തത്, നമ്പർ തരാമോ എന്നൊക്കെ ചോദിച്ച് ഇപ്പോഴും ആ വീഡിയോയിൽ കമൻറ്റ്സ് വരുന്നുണ്ട്. അതെനിക്ക് ആക്ച്വലി നല്ലൊരു റിസൾട്ട് ആയിരുന്നില്ല. എനിക്ക് കുറച്ച് ഡാമേജ് ഒക്കെ വന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ ആദ്യം റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ കമൻറ്റിൽ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയും ഇട്ടിരുന്നു. അപ്പം ആ വീഡിയോ കാണാത്തവർ, കാരണം അതിനെ ഞാൻ അങ്ങനെ വിട്ടിട്ട് ഞാൻ പിന്നെ ഒരു കറക്റ്റ് ചെയ്ത വീഡിയോയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പം ഇത് ചെയ്തത് ഹൈജീനിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ് ഏജൻസിയാണ് കേട്ടോ. ഈ ഡീപ്പ് ക്ലീനിങ് ഒന്നും ഞാൻ അങ്ങനെ പ്രൊമോഷനായിട്ടല്ല ചെയ്തത് കേട്ടോ. എനിക്കാരും ഫ്രീ ആയിട്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തു തരാറില്ല. പൈസ കൊടുത്ത് തന്നെയാണ് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യിക്കുന്നത്. ഇതിപ്പം ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ അവർ 6,000 റുപ്പീസാണ് മേടിച്ചത്. 3 ബെഡ്റൂം ഞങ്ങളുടെ ആണിപ്പം റേറ്റ് കൂടുതലായിരുന്നു. അപ്പം ഒരുവിധം നന്നായിട്ട് ചെയ്തു കേട്ടോ. ഇതിപ്പം ഡീപ്പ് ക്ലീനിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് പാക്ക് ആൻഡ് മൂവേഴ്സിൻ്റെ ഷിഫ്റ്റിങ് കഴിഞ്ഞ് വന്ന സാധനങ്ങളൊക്കെ എല്ലാവരും കൂടെ അൺപാക്ക് ചെയ്യുവാണ് കേട്ടോ.